എന്റെ വീഡിയോയിൽ ഞാൻ ഓരോ തവണ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തുകയാണ്. പലരെയും നിങ്ങൾക്ക് പരിചയമുള്ളതാണ്, ഒരുപാട് പേര് കണ്ടിട്ടുള്ളതുമാണ്. പക്ഷെ ഇവർക്ക് ആർക്കും മറുപടി ആരെങ്കിലും ഒക്കെ കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പലരും മറുപടി പറയുമ്പോൾ അത് വലിയൊരു വിദ്വേഷമായിട്ടൊക്കെ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഭയന്നിട്ടാണോ എന്നറിയില്ല, ഇവരാരും മറുപടി പറയാൻ നിൽക്കാറില്ല. പൊതുവെ ഇത്തരക്കാർ ഉദ്ദേശിക്കുന്ന മറുപടി വേറൊരു തരത്തിലാണ്. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. സുഭാഷ് കുമാർ മാന്യൻ എന്നാണ് പുള്ളിയുടെ പേര്. മാന്യനോ മന്യനോ എന്തോ അതാണ് പുള്ളിയുടെ പേര്. പുള്ളി ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആണ്. അപ്പോൾ കൺവേർട്ട് ചെയ്ത് സമത്വം സാഹോദര്യം നോക്കി ക്രിസ്ത്യാനിറ്റിയിലോട്ട് എത്തി. പുള്ളി ഇപ്പോഴും ദളിത് ക്രിസ്ത്യൻ ആണോ എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. പുള്ളിക്ക് ഹിന്ദു മതത്തോടുള്ള ഒരു ദേഷ്യം വെച്ചിട്ട് നോക്കിയാൽ പുള്ളി അത്യാവശ്യം നമ്മുടെയൊക്കെ ഒരു വിഭാഗത്തിൽ നിന്ന് പോയതായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി ഈ കാണുന്ന പോലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നായന്മാരുടെ തന്തയെ അന്വേഷിച്ച് ബൈബിളോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണിത്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എങ്ങോട്ടാണ് സംഗതി പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ തുടങ്ങിയവർ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സംഘികളെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് ഹിന്ദുക്കളുടെ പൈതൃകം, പാരമ്പര്യം, അതിലെ മോശ വശങ്ങൾ, ജാതീയത, ജാതീയമായിട്ടുള്ള വിഭാഗീയതകൾ, അതിൻ്റെ പേരിൽ നടന്നിരുന്ന അക്രമങ്ങൾ, അതിൻ്റെ പേരിൽ നടത്തിയിരുന്ന ഒറ്റപ്പെടുത്തലുകൾ, തൊട്ടുകൂടായ്മ, ഇതൊക്കെ ഉത്തരേന്ത്യയിൽ പോലും ഇല്ലാതിരുന്ന കണ്ടുകൂടായ്മ കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കൂടി നിങ്ങൾ ഓർക്കുക. അത്രയും ഭീകരമായിരുന്നു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ. അപ്പോ അതിലൂടെ ഭാരതത്തിന്റെ പൈതൃകത്തെയും ഇവർ ചോദ്യം ചെയ്യുന്നു. തിരികെ ഇവർക്കെതിരെ നമ്മൾ പറയുമ്പോൾ എന്തായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ക്രിസ്ത്യാനിറ്റിയുടെ പൈതൃകത്തെയും അതിന്റെ പാരമ്പര്യത്തെയും ട്രോളാൻ കഴിയും, ഇഷ്ടംപോലെ ഉണ്ട് അതിലും. അതുപോലെ ഇസ്ലാമിസത്തിലെ പാരമ്പര്യത്തെയും അതിന്റെ കുറവുകളെയും നമ്മൾ ട്രോളും. ഇതോടുകൂടി ഇവർ പ്ലേറ്റ് അങ്ങ് തിരിക്കും. ഇവർ മാറി പകരം മാധ്യമ പ്രവർത്തകർ, സാംസ്കാരിക നായ്ക്കളൊക്കെ ഇത് ഏറ്റെടുക്കും. ഒരാൾ ഇയാൾക്ക് കൊടുക്കുന്ന മറുപടിയെ ഏറ്റെടുത്തിട്ട്, കണ്ടോ ഇവൻ ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഇത്ര വിദ്വേഷപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, ഇവൻ സംഘിയാണ്, അപ്പോൾ സംഘപരിവാറിനെ ക്രിസ്ത്യാനികൾ ഇനി സംഘപരിവാറിനോട് അടുക്കാൻ പാടില്ല, ക്ഷേത്രങ്ങൾക്ക് സംഭാവന കൊടുക്കുന്നത് വേശ്യാലയങ്ങൾക്ക് തുല്യമാണ് എന്ന് പറയുമ്പോൾ അതിനെതിരെ നമ്മൾ തിരികെ അവരുടെ മതത്തിന് പറയുമ്പോൾ അത് അവിടെ വീണ്ടും ട്വിസ്റ്റ് ചെയ്യപ്പെടും. മാധ്യമ പ്രവർത്തകർ, നേരത്തെ പറഞ്ഞ സാംസ്കാരിക നായ്ക്കൾ, പിന്നെ ഓൺലൈൻ മീഡിയയിലുള്ള നാറികൾ. അപ്പൊ ഇവന്മാരെല്ലാം കൂടി ഇതിനെടുത്തിട്ട് ഇയാൾക്ക് ഭയങ്കര ഇസ്ലാം വിരുദ്ധതയാണ്, ഇയാളൊരു സംഖ്യയാണ്, അതുകൊണ്ട് സംഘവുമായിട്ട്, BJPയുമായിട്ട്, സംഖ്യയുമായിട്ട് ഇസ്ലാമോ ക്രിസ്ത്യാനിയോ എടുക്കരുത്. ഇതാണ് നരേഷൻ, ഇതാണ് ആർച്ച്. ഈ നരേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. സംഘികളിലൂടെ ഒരു ഹിന്ദുമത വിമർശനത്തിന് ശ്രമിക്കുന്ന ആളാണ് ഈ സുഭാഷ് കുമാർ എന്ന് പറയുന്നത്. അപ്പൊ ഇയാൾ നായന്മാരെ പറയുന്നു. അപ്പൊ നായന്മാരെ ഒരു സൈഡിലൂടെ പറയാം, ബ്രാഹ്മണ്യത്തെ ഒരു സൈഡിലൂടെ പറയാം, പിന്നെ സവർണ കാസ്റ്റിൽപ്പെട്ട ആരെയും ചീത്ത വിളിക്കാം. അത് കഴിഞ്ഞിട്ട് താഴ്ന്ന ജാതിക്കാർ അനുഭവിച്ചിരുന്ന ജാതീയമായ പീഡനങ്ങളെ കുറിച്ച് പറഞ്ഞതും അതിൽ നിന്നും ക്രൈസ്തവ വിഭാഗം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വന്ന് രക്ഷിച്ചതിനെ പറ്റിയുമൊക്കെ ഭയങ്കരമായിട്ടുള്ള ക്ലാസ് എടുപ്പുകളും, നമ്മൾ ഹിന്ദുമതം വേറെ ദളിതർ വേറെ എന്നുള്ളൊരു നരേഷൻ കെട്ടിച്ചമച്ചെടുക്കുക, ഇതൊക്കെയാണ് ഇവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക പരിപാടി. എന്തായാലും ഈ വ്യക്തി ശ്രീ സുഭാഷ് എന്താണ് ഹിന്ദുക്കളെ പഠിപ്പിക്കാൻ വന്നിട്ടുള്ളതെന്ന് നമുക്ക് ആദ്യം കേൾക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് ഇവിടെ നിലനിന്നിരുന്ന ദ്രാവിഡ സംസ്കാരത്തെ, അതായത് ക്ഷേമത്തോടെ സാഹോദര്യത്തോടെ കഴിഞ്ഞിരുന്ന ഒരു മനസ്സാണ് ഈ കേരളത്തിനുള്ളത്. അതാണ് ഇന്ന് ഈ മതേതരത്വ കേരളത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. അതിന്റെ കാരണവും സംഘകാലത്തുണ്ടായിരുന്ന നമ്മുടെ ഒരുമയാണ്. എന്നാൽ അതിനെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ബ്രാഹ്മണ മതം ഇവിടെ കടന്നു വന്ന് ശിവനെയും വിഷ്ണുവിനെയും പ്രതിഷ്ഠിച്ച് മനുഷ്യനെ പല തട്ടുകളാക്കി തീർത്ത ബ്രാഹ്മണ്യ മതം. ഈ ബ്രാഹ്മണ്യ മതം ചെയ്ത കാര്യങ്ങളുടെ ചിറ്റത്തരങ്ങൾ നമ്മുടെ ഈ കേരളം അനുഭവിച്ചു. അതിൽ നിന്നും നവീകരണ കർത്താക്കൾ ഉടലെടുത്തുകൊണ്ട് നമ്മളെ വെളിച്ചം കാണിച്ചു. മിഷണറിമാരുടെ പ്രവർത്തനത്താൽ ഞങ്ങൾ ഓരോരുത്തരും സത്യസ്വരൂപനായ ക്രിസ്തുവിനെയും അറിയാനിടയായി. എന്നാൽ ഇവർ ചെയ്ത കഥകളിലെ ഇപ്പോൾ സംഘികളായിരിക്കുന്ന, ഞങ്ങളെ ഫേസ്ബുക്കിൽ ഞങ്ങളെ തെരുവിളിക്കുന്ന സംഘികളായിരിക്കുന്നവന്മാർ അഭിമാനിക്കുന്ന കാര്യത്തിന് ഒരു പടി കൂടി അഭിമാനിക്കാൻ വേണ്ടി ഈ ആധുനിക ലോകത്തിൽ നിങ്ങൾക്കൊരു അവസരം ഉണ്ടാക്കി തരികയാണ്. കേട്ടോളണം. ഇവിടെ പട്ടിക്കും പൂച്ചയ്ക്കും പാമ്പിനും ഏറെ എന്തിനു പറയുന്നു, മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് പോലും ജാതി ഉണ്ടാക്കി വെച്ചതാണ് ഈ സംഘി മതം, ബ്രാഹ്മണിസം. കേട്ടു നോക്കാം, ഞാൻ പറയുന്ന കള്ളമാണോ? നോക്കൂ, ഏതൊരു തീരുമാനിക്കൂ, നിങ്ങളുടെ അവയവങ്ങൾ ഏത് ജാതിയാണ്, നിങ്ങളെ വീട്ടിൽ താമസിക്കുന്ന പട്ടി ഏത് ജാതിയാണ്, പൂച്ച ഏത് ജാതിയാണ്, പാമ്പ് ഏത് ജാതിയാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത്രയും വിചിത്രമായ ആരാധനകളാണ് ഈ സംഘികളുടെ മതം. ഇതിൽ ഇദ്ദേഹം കേൾക്കാം എന്ന് പറയുന്നത് വേറെ ആരുടെയല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ TS ശ്യാംകുമാറിന്റെയാണ്. ശ്യാംകുമാറിനെ നമുക്ക് വെറുതെ വേണം. കാര്യം ശ്യാംകുമാർ
സംവരണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നും മതം ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിലോട്ട് പോകാതെ ഇപ്പോഴും ഹിന്ദുവായി നിന്ന് തന്നെ പുള്ളിയുടെ കാഴ്ചപ്പാടിൽ അവർണർ വേറെ ഹിന്ദുക്കൾ വേറെ എന്നാണെങ്കിലും എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഉൾപ്പെടുന്ന അവർണരും സവർണരും എല്ലാവരും ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ഉൾപ്പെടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്ന എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണെന്ന് ഞാൻ കണക്കാക്കുന്നു. ഹിന്ദു മതത്തിലെ ജാതീയതയും അക്കാലത്ത് എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയ ആൾക്കാരും എന്തൊക്കെ അടിസ്ഥാനത്തിൽ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ നടത്തിയിരുന്നു. സ്ത്രീ യോനിയെ പോലും ക്ഷത്രിയ യോനി ക്ഷൂദ്ര യോനി എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട് എന്നും പിന്നെ മരങ്ങൾക്ക് പോലും ഓരോ ബ്രാഹ്മണ മരമായിട്ടും ക്ഷത്രിയ മരമായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട് എന്നും ഓരോ മൃഗങ്ങൾക്കും പാമ്പിൽ പോലും ബ്രാഹ്മണ പാമ്പും ശൂദ്ര പാമ്പും ക്ഷത്രിയ പാമ്പും ഒക്കെ ഉണ്ട് എന്നുള്ളതിനെ പറ്റി പുള്ളി ഒരു നോട്ട് പറയുന്നതാണിത്. നമുക്കത് വിടാം. നമ്മുടെ ഇതിഹാസങ്ങളോ ഒന്നും തന്നെയല്ല, ആരൊക്കെയോ ചില ആൾക്കാർ എഴുതിയതാണ്. ദൈവം തന്ന ഗ്രന്ഥങ്ങളല്ല, ദൈവം നൂലിൽ കെട്ടി നമ്മുടെ കൈകളിലേക്ക് എഴുതി തന്ന ദൈവവചനങ്ങളുമല്ല എന്ന് ശ്യാംകുമാർ പറയുന്നില്ല. അതുകൊണ്ട് ശ്യാംകുമാറിനെ ഒഴിവാക്കാം. ശ്യാംകുമാർ നമ്മൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞാൽ ശ്യാംകുമാർ അംബേദ്കർ ഹിന്ദു മതത്തെ കുറിച്ച് മാത്രം പറഞ്ഞതിനെ പറ്റിയേ ശ്യാംകുമാറിന് ബോധ്യമുള്ളൂ. മറ്റു മതങ്ങളെ പറ്റിയുള്ള അംബേദ്കറിന്റെ കാഴ്ചപ്പാടിന്റെ അടുത്തേക്ക് വരുമ്പോൾ ശ്യാംകുമാറൊക്കെ ചെറുതായിട്ട് ഭയപ്പെടുന്നു. പുള്ളിയൊക്കെ അവിടെ വളരെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. അതെന്താന്ന് നമുക്കറിയില്ല. പുള്ളിയൊക്കെ വളരെ ഭയചകിതരായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇയാളൊക്കെ ഭയങ്കര നട്ടലുള്ള ആൾക്കാരായിരിക്കും എന്ന് കരുതി ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ സുഭാഷിന് ചെറിയ മറുപടി കൊടുത്തിട്ട് തുടങ്ങാം. അപ്പോൾ ഇദ്ദേഹം ഇതിൽ പറഞ്ഞു വെക്കുന്നത് സംഘകാലത്ത് ദ്രാവിഡർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അവരെ ദക്ഷിണേന്ത്യയിലേക്ക് ഓടിച്ചത് ഇങ്ങനെ സംഘി മതമായിട്ടുള്ള ബ്രാഹ്മണ്യം വന്നിട്ടാണ് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ സംഘകാലം എന്ന് പറയുന്നത് BC 300 തുടങ്ങി AD അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കോമൺ ഇറ 300 വരെ ഏകദേശം 600-800 വർഷത്തോളം കാലം നീണ്ടു നിൽക്കുന്ന ഒരു പീരീഡാണ് ഈ സംഘകാലം. സംഘകാലത്തിൽ എഴുതപ്പെട്ട പ്രധാന കൃതികൾ ഒരുപാടെണ്ണം ഉണ്ട്. അകനാനൂറ്, പുറനാനൂറ്, തോൽക്കാപ്യം, നമ്മുടെ ശിലപ്പതികാരം എന്ന് കേട്ടിട്ടില്ലേ? അതൊക്കെ ആ സംഘകാലത്തിൽ എഴുതപ്പെട്ട കൃതികളാണ്. അതിൽ പുറനാനൂറ് ഗ്രന്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ ശിവൻ, വിഷ്ണു, മുരുകൻ എന്നീ ദൈവങ്ങളെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രധാന ആക്ഷേപം ശിവനെയും വിഷ്ണുവിനെയും ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി ആയിട്ടുള്ള മതം കൊണ്ടുവന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സംഘകാലത്തിലെ കൃതികളിൽ ശിവനെ പറ്റി പറയുന്നുണ്ടോ എന്ന് നോക്കിയാൽ പോരെ. പുറനാനൂറ് ഗ്രന്ഥത്തിൽ കടവുൾ വാഴ്ത്ത് എന്ന ഭാഗത്തിൽ ശിവനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: കണ്ണികാർ സൂര്യ കടവുൾ അന്തി എരിപുര എരി ശടയിൽ പൂപ്പ പൂപ്പപ്പുറ മനயை കയറ്റை ഉറുതി പാലൈമുൻ പകർന്ന ഉലകുവഴി നില്ലാത് കടുമുരൻ കുരുളിടൈ പോയി ഉറുവി എന്ന് വെച്ചാൽ കൊന്നപ്പൂ ചൂടിയവനും സന്ധ്യാസമയത്ത് ആകാശത്തിന്റെ നിറമുള്ള ജടയുള്ളവനും തന്റെ ജടയിൽ വെളുത്ത ചന്ദ്രക്കല ചൂടിയവനും ഉമയെ ആവാഹിച്ചവൻ അർദ്ധനാരീശ്വരനായി മാറിയവനും 33 ദേവകളെ വണങ്ങുന്ന പരമശിവനെ ഇതിൽ പ്രതിപാദിക്കുന്നു. ഓക്കെ, ഇനി മഹാവിഷ്ണുവിനെ പറ്റി അല്ലെങ്കിൽ വിഷ്ണുവിനെ പറ്റി ഈ പുറനാനൂറിൽ പറയുന്ന ശ്ലോകം കൂടി നമുക്ക് കേൾക്കാം. തീനുൾ തിറൽ നീ പൂവിനുൾ നാറ്റം നീ കല്ലിനുൾ മണി നീ ചൊല്ലിനുൾ വായ്മൈ നീ അറിവിനുൾ അൻപു നീ മറത്തിനുൾ മൈന്തു നീ ദൈവത്തുൾ മറൈ നീ ഭൂതത്തുൾ മുതലും നീ വെഞ്ചുകർത്തരു വയ്യോൻ ഒളിയും നീ തിങ്കളുൾ തന്മൈ നീ ഐന്തുളും അണൈത്തും നീ. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. തീയിലെ ചൂട് നീയാണ്, പൂക്കളിലെ സുഗന്ധം നീയാണ്, കല്ലിലെ രത്നം നീയാണ്, സൂര്യനിലും ചന്ദ്രനിലും എല്ലാം ഉള്ള കുളിർമയും നീയാണ്. അങ്ങനെ പ്രപഞ്ചം മൊത്തം നീയാണ്. ഇതിൽ നിന്നും വിഷ്ണുവിനെ സംഘകാലത്തിൽ പ്രധാനമായി ആരാധിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഈ ആര്യൻ ഇൻവെൻഷനൊക്കെ പൊളിയുന്ന ഇതാണ്. തന്തയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ രാജ്യം ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല എന്ന് പറയുമ്പോൾ വിഷമം തോന്നുന്നത് സംഘിക്ക് മാത്രമാണ്. കാര്യം അവനേ ഉറപ്പുള്ളൂ സ്വന്തം വീട്ടിലുള്ളവനാണ് തന്ത എന്ന്. അല്ലാതെ ബാക്കി ഈ ചോദിക്കുന്നവന്മാരുടെ എല്ലാവരുടെയും തന്ത അയൽവക്കത്ത് കിടക്കുന്ന ഏത് രാജ്യത്തിനെ ചൂണ്ടിക്കാണിക്കുമെന്നുള്ള കൺഫ്യൂഷൻ ഒന്നും സംഘിക്കില്ല. പോലെ കഴിഞ്ഞില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ ഞങ്ങളെ ചാണകക്കുഴിയെന്നോ ചാണകസംഖി മതം എന്ന് പറഞ്ഞാലും ശരി, ചാണകത്തിൽ നിന്ന് സെപ്റ്റി ടാങ്കിലേക്കാണ് നീ ചാടിയത്. ഇപ്പോൾ TS ശ്യാംകുമാർ പറയുന്നതെല്ലാം തന്നെ ചില മനുഷ്യർ എഴുതിയ ഗ്രന്ഥങ്ങളാണ്. ജാതി വ്യവസ്ഥയിന്മേൽ അത്രയും ഊറ്റം കൊണ്ടുവന്ന ഏതെങ്കിലും മനുഷ്യർ എഴുതിയതായിക്കോട്ടെ. നമ്മുടെ ശരീര ഭാഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും എന്തിനധികം യോനിക്ക് പോലും ജാതി കൽപ്പിച്ച് എഴുതി എന്നുള്ള ശ്യാംകുമാറിന്റെ ആക്ഷേപത്തെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ദൈവം തന്നെ പറയുന്ന വാക്കുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. ഇതിൽ ഹൈലൈറ്റ് ചെയ്ത സാധനം ഞാൻ വായിച്ചു തരാം. അവരോട് നീ കനിവ് തോന്നരുത്, പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവരെയും സംഹരിച്ചു കളയുക. ദൈവം ഇത് ആരാ പറഞ്ഞത്? സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഏറ്റവും ടോപ്പിൽ അതാ തുടങ്ങുന്നത്. ശമൂവേൽ 15:2-3. ഇനിയുണ്ട് സാധനമുണ്ട്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ജാതികളുടെ പട്ടണങ്ങളിലോ ശ്വാസമുള്ള ഒന്നിനെയും ജീവനോടെ വെക്കാതെ ഹിത്യർ, അമോറിയർ, പെരിസ്യർ, കനാന്യർ, ഹിവ്യർ, യബൂസിയർ എന്നിവരെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ ശപഥാർപ്പിതമായി സംഹരിക്കണം. ഇതൊക്കെ ഇനി നിങ്ങളുടെ അവിടുത്തെ ജാതികൾ വന്ന് കാണുമോ? അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
പിന്നെ യോശുവ 6:20-21 അല്ലെങ്കിൽ 21 പുരുഷൻ, സ്ത്രീ, ബാലൻ, വൃദ്ധൻ, ആട്, മാട്, കഴുത എന്നിങ്ങനെ പട്ടണത്തിലുള്ള സകലത്തെയും അവർ വാളിന്റെ വായ്ത്തലയാൽ അശേഷം സംഹരിച്ചു. എന്റെ പൊന്നോ, എന്നാ ദൈവമാണോ ഇതൊക്കെ? യോശുവ 10:40 ഇസ്രായേലിന്റെ ദൈവമായി യഹോവ കൽപ്പിച്ചതുപോലെ അവൻ ഒരുത്തനെയും ശേഷിപ്പിക്കാത്ത സകല ജീവികളെയും നിർമൂലമാക്കി എന്ന് പറഞ്ഞാൽ കൊന്നു കളഞ്ഞു എന്നാണ് കേട്ടോ. യോശുവ 10:15 യോശുവ ആ സമയത്ത് തിരിഞ്ഞു ഹസോർ പിടിച്ചു, അതിലെ രാജാവിനെ വാൾ കൊണ്ട് കൊന്നു. ഹസോർ മുമ്പേ ആ രാജ്യങ്ങൾക്കൊക്കെയും മൂലസ്ഥാനമായിരുന്നു. അവർ അതിലെ സകല മനുഷ്യരെയും വാളിന്റെ വായ്ത്തലയിൽ വെട്ടി നിർമൂലമാക്കി. ആരും ജീവനോടെ ശേഷിച്ചില്ല. അവൻ ഹസോറിനെ തീ കൊടുത്ത് ചുട്ടുകളഞ്ഞു. ആ രാജാക്കന്മാരുടെ എല്ലാ പട്ടണങ്ങളെയും അവയിലെ രാജാക്കന്മാരെയും ഒക്കെയും യോശുവ പിടിച്ചു വാളിന്റെ വായ്ത്തലയിൽ വെട്ടി നിർമൂലമാക്കി കളഞ്ഞു, യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചതുപോലെ തന്നെ. എന്നാൽ കുന്നുകളിലെ പട്ടണങ്ങളൊന്നും ഇസ്രായേൽ ചുട്ടുകളഞ്ഞില്ല, ഹസോർ മാത്രമേ യേശു ചുട്ടുകളഞ്ഞുള്ളൂ. ഈ പട്ടണങ്ങളിലെ കൊള്ള ഒക്കെയും കന്നുകാലികളെയും ഇസ്രായേൽ മക്കൾ തങ്ങൾക്ക് തന്നെ എടുത്തു. എങ്കിലും മനുഷ്യന്റെ ഒക്കെ അവർ വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു, ആരെയും ജീവനോടെ ശേഷിച്ചില്ല. യഹോവ തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ യോശുവയോട് കൽപ്പിച്ചു. യോശുവ അങ്ങനെ തന്നെ ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവർ ചെയ്യാതെ വിട്ടില്ല. എന്തൊക്കെയാണ് എഴുതി വെച്ചിരുന്നത്? സംഖ്യാപുസ്തകം 31:14-18 നിങ്ങൾ സ്ത്രീകളെ എല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നു. അയ്യോടാ, ഇവരെത്ര പോരിന്റെ സംഗീതയിൽ ബലിയോന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയുടെ ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബോധം ഉണ്ടാവാനും ഹേതുവായത്. ആകയാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളിലുള്ള ആണിനെയൊക്കെ പുരുഷന്മാരോട് ശയിച്ചിട്ടുള്ള സ്ത്രീകളെയും കൊന്നു കളവിൻ. പുരുഷനോട് കൂടെ ശയിക്കാത്ത പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ വെച്ചുകൊള്ളുവിൻ. ഇതൊക്കെ സിമ്പിൾ എക്സാമ്പിൾ ആണ്. പിന്നെ പണ്ട് ലോത്തിന്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം അച്ഛന് മദ്യം കൊടുത്തിട്ട് അച്ഛനോടൊപ്പം ശയിച്ച 2 പെൺമക്കൾ അച്ഛനിൽ നിന്ന് ഗർഭം ധരിച്ച കഥയൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഇതുപോലെ വന്നിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ വന്നവനോട് നിങ്ങൾ, പ്രിയമുള്ള ക്രിസ്ത്യാനികളെ, നിങ്ങൾ അവരോട് പറയുക, നിങ്ങൾ എന്തായാലും യേശുവിനെ വിശ്വസിച്ച് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യുക? യേശുവിനെ പ്രാർത്ഥിച്ച് സ്വന്തം മക്കളെയൊക്കെ ക്രിസ്തുമതത്തിൽ തന്നെ ആക്കി സമാധാനത്തോട് കൂടിയുള്ള ഒരു ജീവിതം നയിക്കുക. അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കുക. ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് വന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കി ഇവിടെ മുഴുവൻ ജാതിയാണ് വാഴയ്ക്കാണെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാൻ വന്നു കഴിഞ്ഞാൽ, ലോകത്തിൽ ഒരു മതവും ഒരു ജാതിയും ഒരു പൈതൃകവും ഒരു രാജ്യവും തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പാരമ്പര്യവും പേറുന്നില്ല എന്ന 100% ഉറപ്പുണ്ട്. ഇവിടെ ലെഫ്റ്റിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന പലർക്കും ഇത് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവനൊക്കെ വെറും ലെഫ്റ്റിസ്റ്റുകളായിട്ട് കിടക്കുന്നതും. ഇവരൊക്കെ എപ്പോഴും സംഘപരിവാറിന്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാ മൂല്യങ്ങളും പക്ക ചാണക വളങ്ങളാണ് നമ്മളിവിടെയുള്ള ലെഫ്റ്റിസ്റ്റുകൾ മുഴുവനും. എന്തിനധികം അംബേദ്കറൈറ്റുകൾ, ജാതിവാദികൾ, പിന്നോക്ക സമുദായത്തിന് വേണ്ടി പോരാടുന്നവരെല്ലാവരും തന്നെ ഭരണകൂടത്തിനെ കൃത്യമായി ചോദ്യം ചെയ്യാൻ ഭയപ്പെട്ടുകൊണ്ട് ഇവർ എപ്പോഴും ചോദ്യം ചെയ്യുന്നത് സവർണ സമുദായത്തിലേക്ക് നോക്കിയായിരിക്കും. എന്താണ് ബ്രോ നിങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ? നിങ്ങളുടെ കൂട്ടത്തിൽ ദളിത് ക്രിസ്ത്യാനികളില്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം തന്നെ എത്ര ക്രിസ്ത്യാനികളുണ്ട്? റോമൻ കാത്തലിക്സ്, ലാറ്റിൻ കാത്തലിക്സ്. അപ്പൊ കത്തോലിക്കയിൽ തന്നെ 2 എണ്ണം എനിക്കറിയാവുന്നേ: ജ്ഞാനായ, സുറിയാനി ക്രിസ്ത്യാനി, പെന്തക്കോസ്ത്. അപ്പൊ ഈ പെന്തക്കോസ്റ്റിൽ എന്തെല്ലാം ജാതി ഉണ്ടെന്നറിയും. ഇപ്പോൾ ഈ പെന്തക്കോസ്റ്റിൽ തന്നെ ഇപ്പൊ നായർ മതന്മാരെ ക്രിസ്ത്യാനി ആയാലും പൊലയൻ മതന്മാരെ ക്രിസ്ത്യാനി ആയാലും അവിടെ ചെല്ലുമ്പോൾ എത്ര ആയാലും ഇവന്റെയൊക്കെ ഉള്ളിൽ ഇതാണുള്ളത്. നിങ്ങളുടെ ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും വലിയൊരു ജാതിവരെയാണ് പണ്ട് AD 52 സെന്റ് തോമ കേരളത്തിൽ വന്നിട്ട് ബ്രാഹ്മണരെയാണ് അത്രേ മതപരിവർത്തനം ചെയ്തു 7.5 പള്ളികൾ സ്ഥാപിച്ചത്. അതെന്താ, ഈ നാട്ടിൽ അന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ലേ? അത്രയ്ക്കും ജാതി വരെ ഇതിനുള്ളിലുണ്ട്. നിങ്ങൾ ഈ ഉത്ഭവം കൊണ്ടു എന്ന് പറയുന്ന യൂറോപ്പിലും അതുപോലെ ഇംഗ്ലണ്ടിലും ഒക്കെ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും അവിടത്തെ തന്നെ ഈ കന്യാസ്ത്രീ മഠങ്ങളുടെയൊക്കെ ചരിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞില്ലേ വൃത്തികെട്ടത്, നാടകം, സംഘി ബ്രാഹ്മണ്യം എന്നൊക്കെ പറയൂലേ, ഇയാൾ ചിലപ്പോൾ ഛർദ്ദിച്ചു പോകും. അമ്മാരി സാധനങ്ങളാണ് ഈ ചരിത്രങ്ങളിലെല്ലാം തന്നെ ഉള്ളത്. അപ്പോൾ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ തന്നെ വലിച്ചു കെട്ടിയ ക്രിസ്ത്യാനിയിലുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ, മനസമാധാനത്തോടെ നാട്ടിൽ ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മൾ ദൈവത്തിനെ വിശ്വസിച്ച് ആ വഴിക്ക് പോകാം, ഇനി ബാക്കിയുള്ളവരെ മതപരിവർത്തനം ചെയ്യാനോ ഹിന്ദുക്കളെ തിരുത്താനോ മുസ്ലിങ്ങളെ തിരുത്താനോ ഒന്നും വേണ്ടാന്ന് കരുതി സമാധാനത്തോടെ ജീവിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടോ, അവർക്ക് വേദനിക്കും. ഇയാൾ പരമാവധി അവിടെ ചെന്നാൽ ദളിത് ക്രിസ്ത്യാനി എന്നുള്ളൊരു പേരുള്ള കുറെ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇയാൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ദളിത് ക്രിസ്ത്യാനി സംവിധാനത്തിനെതിരെ പോരാടണം. അത് ചെയ്യാൻ കഴിയുമോ? ക്രിസ്മസ് പോലും മറ്റു ക്രിസ്ത്യാനികളോടൊപ്പം ആഘോഷിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു ഈ നാട്ടിലെ ദളിതരായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക്. എന്തിനാണ് നിങ്ങൾ ഈ നാണക്കേട് അവിടെ പോയി സഹിക്കുന്നത്? ദളിത് ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിച്ചത് 26-നോ അല്ലെങ്കിൽ 24-നോ ആയിരുന്നു. വേണം കേട്ടു നോക്കുന്നു. ആ ഞായറാഴ്ച ദളിതരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അടിമജാതിയിൽ നിന്നും കൺവേർട്ട് ചെയ്ത് വന്ന ആളുകൾക്ക് ഞായറാഴ്ചകളിൽ ആരാധന അനുവദിക്കുന്നില്ലായിരുന്നു. ശനിയാഴ്ചകളിലാണ് അവർ ആരാധന നടത്തിക്കൊള്ളുന്നത്. ലോകം മുഴുവൻ 25-നാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്.
അപ്പോൾ ഇവിടുത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ദളിതരായിട്ടുള്ള അല്ലെങ്കിൽ ദളിത് ക്രിസ്ത്യൻസിന് അന്ന് ക്രിസ്മസ് ആഘോഷിക്കേണ്ടി വന്നത് ഡിസംബർ 26-ാം തീയതി. പല അടിമ ജാതിയെ അതിനകത്തേക്ക് അവർ കൺവേർട്ട് ചെയ്ത് കയറ്റിയെങ്കിലും ഇവർക്ക് ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രിസ്തുമതത്തിൽ നിലനിൽക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഇവർക്ക് തുല്യമായല്ലായിരുന്നു വിതരണം ചെയ്ത് കൊടുക്കുന്നത്. പലപ്പോഴും ഇവർ രണ്ടാം കിട പൗരന്മാർ അല്ലെങ്കിൽ രണ്ടാം കിട മനുഷ്യന്മാർ എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഈ ആഘോഷങ്ങളെ പോലും ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് മാത്രമല്ല, ഇനി ഒരു പെന്തക്കോസ്ത് വിവാഹ ചടങ്ങിൽ ഒരു പെന്തക്കോസ്ത് ബ്രദർ, ഒരു പാസ്റ്റർ പറഞ്ഞ ഒരു ഡയലോഗും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഈ വിവാഹം കഴിക്കുന്ന നിഖിലിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞാൽ, അവരുടെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞാൽ, ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരാണ്. ഇവരുടെ മാതാപിതാക്കൾ വിവാഹം ആലോചിച്ചപ്പോൾ അവിടെ ഉണ്ടായ ഏറ്റവും വലിയ തടസ്സം ഇവർ 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണെന്നുള്ളത്. ഈ 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഒരു അലിഖിത നിയമം ഉള്ളതുപോലെയാണ് ഈ സെൻട്രൽ ട്രാവൻകൂറിലെ ക്രിസ്ത്യാനികളുടെയുള്ള ആചാരങ്ങൾ. ഇത് ഞങ്ങൾ 3ാമത്തെ പ്രാവശ്യമാണ്, 2ാമത്തെ പ്രാവശ്യമാണ് ഈ വർഷം ഞങ്ങൾ ഇതേ ക്രൈസിസിനെ നേരിടുന്നത്. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ആൾക്കാരും ഇവിടെ പരമ്പരാഗത ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരും തമ്മിൽ വിവാഹത്തിലൂടെ യോജിക്കരുത് എന്നുള്ള ഒരു എഴുതപ്പെടാത്ത പ്രമാണം നടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം. പ്രിയ സഹോദരങ്ങളെ, ഈ കർത്താവ് കൂട്ടിയോജിപ്പിച്ച ആ ഒരു വലിയ ഹ്യൂമാനിറ്റിയുടെ ആ സിംഗിൾനെസ്, അതിൻ്റെ യുണീക്ക്നെസ്, അതിൻ്റെ വൺനെസ്സിനെ തകർക്കുന്ന ക്രൂരരും ദുഷ്ടന്മാരുമായ ഈ കൂട്ടം ആണ് ഇന്ന് സഭകൾ നടത്തിക്കൊണ്ടു പോകുന്നുള്ളത് എത്രയോ ദുഃഖകരമാണ്. ഈ വിവാഹത്തിൽ ഇങ്ങനെയൊരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ഒരാളെന്നുള്ള നിലയിൽ ഇവരുടെ പിതാവ് ഇവരുടെ സെൻട്രൽ പാസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു, ഈ കല്യാണത്തിന് നിങ്ങൾ കൂട്ടുനിന്നാൽ ഞാൻ നിങ്ങൾക്ക് സഭ തരില്ല എന്നാണ്. അവർ പറയുന്നത് IPC-യിലും PYP-യിലും ഒക്കെ ആക്റ്റീവായിട്ടിരുന്ന ഒരു കുട്ടി ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്നുള്ള ഒരാളെ വിവാഹം കഴിച്ചപ്പോൾ അതൊരു മോശം മാതൃകയാണത്രേ. എത്രയോ നാളായിട്ട് സുവിശേഷം പറയുന്നത്, എത്രയോ നാളായിട്ട് വിശ്വാസം. ഇതാണ് നിങ്ങളുടെ ഇടയിലെ ഏറ്റവും വലിയ ജാതി വ്യവസ്ഥ. മതം മാറി വന്നവന്റെ പൂർവ്വജാതിയെ തിരഞ്ഞുകൊണ്ട് കല്യാണം പോലും നടത്താൻ സമ്മതിക്കാത്ത സെൻട്രൽ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇടയിൽ ഒരു കൊടികെട്ടിയ സാധനമായിട്ടാണ് സെൻട്രൽ പാസ്റ്റർ സമ്മതിക്കാത്ത. ഇനി അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലെ ചീഞ്ഞളിഞ്ഞ ജാതി വ്യവസ്ഥയിന്മേലുള്ള പോക്ക് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സവർണ ക്രിസ്തുവിന്റെ ബന്ധുജനങ്ങളെല്ലാം കൂടെ ചേർന്ന് അവർണ ക്രിസ്ത്യാനിയായ കെവിനെ തല്ലിക്കൊന്ന ചരിത്രവും. ജാതി എന്നത് നിങ്ങൾ പറയുന്ന പോലെ മതത്തിൽ നിന്നും മതം വിട്ടു മാറിയാലൊന്നും പോകില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറിച്ചു കളയണം. നിങ്ങളുടെ അങ്ങേയറ്റത്തുള്ള അപകർഷതാബോധമാണ് നിങ്ങളുടെ ഓരോ വാക്കിലുള്ളത്. എനിക്ക് ഈ അപകർഷതാബോധമൊന്നുമില്ല. എൻ്റെ കൂടെ ഉള്ളവർ ആരായാലും, അത് സവർണനായാലും ശരി, അവർണനായാലും ശരി, ആരായാലും ശരി, പൂർവ്വകാലങ്ങളിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഉള്ള കാലത്തിലുള്ള ആൾക്കാരോട് പ്രതികാരം ചെയ്യാനും പകരം വീട്ടാനും, പിൽക്കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടു പോയ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുള്ള ജാതി വർണ്ണ വെറിയുടെ മേൽ എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലെ വാക്കുകൾ തിരുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നതുപോലെ തന്നെ എന്നെ കൊണ്ടും കഴിയില്ല. പക്ഷേ ഈ കാലഘട്ടത്തിന്റെ ശരി എന്താണെന്നും ഇന്ന് എന്തൊക്കെയാണ് നിലവിലെ പ്രശ്നങ്ങളെന്നും കൃത്യമായി അതിനെ അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു തലമുറ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ആ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ശ്രദ്ധ പോകാതിരിക്കാൻ വീണ്ടും പഴയ നൂറ്റാണ്ടുകളിൽ നടന്ന പിന്നോക്ക ചരിത്രങ്ങളെ കൂടി എടുത്തുകൊണ്ടുവന്ന് ഇന്നത്തെ കാലത്ത് അളക്കാൻ നിങ്ങൾക്ക് ആർക്കും നാണം തോന്നില്ലേ? നിങ്ങളുടെ പോലും പൂർവികരെയും പറ്റി അളക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. നിങ്ങൾ നായരുടെ തന്തയെ തിരക്കി ബൈബിളിലേക്ക് എന്ന് പറഞ്ഞ് നിങ്ങളൊരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ വിത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഓരോരുത്തരെയും തന്തയും തിരക്കി നമ്മൾ പോയാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ തന്നെ എന്താണ് സത്യസ്വരൂപനായ യേശു ക്രിസ്തുവിലേക്ക് പോയി എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, എന്താണ് ക്രിസ്ത്യാനിറ്റിയുടെ ഉൽപ്പത്തിയുടെ ബേസ് എന്ന് പറയുന്നത്? ആദോ ഹവ്വേ മാത്രമേ ഉള്ളൂ. അതിൽ കായേനും ആബേൽ എന്ന് പറയുന്ന 2 മക്കൾ, പിന്നെ ഒരാളും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ കായേനും ആബേലും, കായൻ കൃഷി ചെയ്തു, ആബേൽ എന്ത് ചെയ്തു? ആട് വളർത്തി. കായൽ തന്റെ കൃഷിയിലൂടെ കിട്ടിയ വിളവ് മുഴുവൻ ദൈവത്തിന് കാഴ്ചവെച്ചു. കായൻ ആടിനെ അറുത്ത് ബലി നൽകി. ഈ ദൈവം എന്താണ്? DTS ഡ്രാക്കുളയോ? അപ്പൊ ഞങ്ങളുടെ മതത്തിലും ഉണ്ട് ഈ ബലി കൊടുക്കൽ, കോഴിയെ ബലി കൊടുക്കൽ. അപ്പൊ നിങ്ങളേലും ഉണ്ട്. നിങ്ങളും വലിയ പുണ്യാളച്ചന്മാരൊന്നുമല്ല. പിന്നെ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഈ പാസ്റ്റർമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, ഈ കൊടിമരം എന്ന് പറയുന്നത് സംഘി ബ്രാഹ്മണ്യ മതത്തിന്റെ ഇൻഫ്ലുവൻസ് ആണ്, അത് വെക്കരുത് എന്ന് പറയണം. നിലവിളക്ക് സംഘി ബ്രാഹ്മണ്യ മതത്തിന്റെ ഇൻഫ്ലുവൻസ് ആണ്, വെക്കരുത് എന്ന് പറയണം. കലശമെടുപ്പ് സംഘി ബ്രാഹ്മണ്യത്തിന്റെ ഇൻഫ്ലുവൻസ് ആണ്, എടുക്കരുതെന്ന് പറയണം. ആദ്യം നിങ്ങൾ എതിർക്കുന്ന സംഘി ബ്രാഹ്മണ്യത്തിന്റെ എല്ലാ അവശേഷിപ്പുകളും നിങ്ങളുടെ ക്രിസ്തുമതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് വേണം നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കാൻ വരാം. എന്റെ പൊന്നു സുഭാഷെ, ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ചർച്ച ചെയ്താൽ തീരന്നു പോകാനുള്ള സാധനം മാത്രമേ ക്രിസ്തുമതത്തിനുള്ളൂ. അത്രയ്ക്കുള്ള ചരിത്രവും മാത്രമേ അതിനുള്ളൂ. ഇതൊക്കെ AD-യിൽ മെനിഞ്ഞാന്നുണ്ടായ മതങ്ങളാണ്. ഈ ലോകം മുഴുവൻ ബഹുദൈവ വിശ്വാസികളും വിഗ്രഹാരാധകരും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന, ജാതീയമായിട്ടുള്ള വിഭാഗീയതകൾ ഉണ്ടായിരുന്ന കുറേ ജനങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് പുതിയൊരു സംഘടന രൂപപ്പെടുത്തി എടുത്തത് മാത്രമാണ് ക്രിസ്തുമതം. അതിനുള്ളിൽ അങ്ങേയറ്റം ജാതീയതകളും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും മാനവിക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ തർക്കിച്ചിട്ട് കാര്യമില്ല. ആ സാധനങ്ങളൊക്കെ അതിലുള്ളതാണ്. പഴയ കാലഘട്ടത്തിലേക്ക്, ഭൂതകാലത്തിലേക്ക് പോയി നിങ്ങൾക്കൊന്നും അത് തിരുത്താൻ കഴിയില്ല. ആദ്യം നിങ്ങളുടെ ഉള്ളിലെ കരടെടുത്ത് കളയുക. പിന്നെ ഞങ്ങൾ ഹിന്ദുക്കൾക്കൊരു പ്രത്യേകതയുണ്ട്, കഞ്ചാവും പെണ്ണുപിടിയും മോശമാണെന്ന് ഇനി വേടം പറഞ്ഞാലേ ഞങ്ങൾ കേൾക്കും.
സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് തെറ്റാണെന്ന് ഗോവിന്ദചാമി പറഞ്ഞാലും നമ്മൾ കേൾക്കും. തെറ്റാണെങ്കിൽ അത് പറഞ്ഞാൽ നമ്മൾ കേൾക്കണ്ടേ? പക്ഷേ നിങ്ങൾക്കുള്ളിലുള്ള സാധനങ്ങളെ പറ്റി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചത്തടിയും ആതാളിയും നിലവിളി, അയ്യോ എന്റെ മതത്തെ അപമാനിച്ചു, അയ്യോ എന്റെ മതപ്രകാരം വ്രണപ്പെട്ടു, എന്റെ മതത്തിനെ ആ ഒരുത്തനെ അപമാനിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ കരയും. എസ്പെഷ്യലി മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ്. ഇത് നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. നിങ്ങളെപ്പറ്റി പറയുകയോ നിങ്ങളെ സാധനത്തിലുള്ള വൃത്തികേടുകൾ വിളിച്ചു പറയുകയോ ചെയ്താൽ നിങ്ങൾ കരയും, വിഷമിക്കും, നെഞ്ചത്തടിക്കും, നിലവിളിക്കും, ഇതൊക്കെ ഉണ്ടാവും. ഈ നെഞ്ചത്തടി നിലവിളിയും കാണണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ വായുടച്ചു മിണ്ടായിരിക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ക്രിസ്ത്യാനികളെ, ഇതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ മതം മാറി വന്നിട്ടുണ്ടെങ്കിൽ അവർ മതം മാറി പൊക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. ഇനിയും മതം മാറ്റാനായിട്ട് വരുന്ന പാസ്റ്റർമാരോട് പറയുക തല്ലുകൊള്ളു. എന്റെയൊക്കെ അടുത്ത് വന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ നല്ല 4 വർത്താനം ഇതുപോലെ അങ്ങ് പറഞ്ഞ് തിരിച്ചു വിട്ടതാണ്. സത്യം പറഞ്ഞാൽ തല്ല് കൊടുക്കേണ്ടതാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ, ഞങ്ങൾ രാമായണവും മഹാഭാരതവും എടുത്ത് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഇത് മാത്രമാണ് സത്യം, ബൈബിളൊക്കെ എടുത്തിട്ട് ഒറ്റ എറിഞ്ഞ് എങ്ങനെ ഇരിക്കും? എൻ്റെ വീട്ടിൽ ഭഗവത്ഗീതയുടെ മേലെ കൈ വെച്ച് ഞാൻ കൈയിടറാന്ന് പറഞ്ഞപ്പോഴാണ് കൈയിടറാന്ന് ഞാൻ പറയേണ്ടി വന്നു. അപ്പോഴവർക്ക് മനസ്സിലായി. അപ്പോൾ പൊതുവെ ഈ സംഘപരിവാറിനോടും സംഘികളും ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളെ പിന്നെ മതപരിവർത്തനത്തിന് കിട്ടത്തില്ല എന്നത് ഒരു ബോധ്യമുള്ളത് കൊണ്ട് ഇതുങ്ങളെ ഈ സവർണ അവർണ വേർതിരിവ് ഉണ്ടാക്കുക, അവർണർ ഹിന്ദുക്കളല്ല സവർണർ ഹിന്ദുക്കളാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു നരേഷൻ സൃഷ്ടിക്കുക. അങ്ങനെ പറയുമ്പോൾ നാട്ടിൽ ദളിത് ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളൊക്കെ ക്രിസ്ത്യാനികളാണെന്ന് വിശ്വസിച്ച് ജീവിക്കുകയാണ്. അവർക്ക് പുലപ്പള്ളി, വേറെ പ്രത്യേകം സെമിത്തേരി, പിന്നെ അതിന്റെ ചടങ്ങുകൾ ഈ ക്നാനായുടെയും സുറിയാനിയുടെയും യാക്കോബയുടെയും കത്തോലിക്കയുടെയും ഗ്രാനായുടെയൊക്കെ ഒരേ ചടങ്ങുകളാണോ നടക്കുന്നത്? എല്ലാം വെവ്വേറെ അല്ലേ? പക്ഷെ നിങ്ങൾക്ക് ആകപ്പാട് ഒരു ദൈവമേ ഉള്ളൂ. താനും ഒരു ദൈവം, എത്ര ദൈവമാണ് ഉള്ളത്? വെറും 1500 വർഷം മാത്രം പഴക്കമുള്ള നിങ്ങൾക്ക് ഏകദേശം 500 ദൈവങ്ങളില്ലേ? എല്ലായിടത്തും പല പല ആരാധനകൾ. അപ്പോൾ അതുകൊണ്ട് കൂടെയുള്ള ക്രിസ്ത്യാനികൾ പറയും, ഇത്തരക്കാരൊക്കെ നിങ്ങളിൽ ഉണ്ട് എങ്കിൽ അടങ്ങി ഒതുങ്ങി നിങ്ങളുടെ മതത്തിൽ വിശ്വസിച്ച് അതിന്റെ കാര്യം നോക്കി പോകാൻ പറയുക. നമുക്കിടയിൽ വന്ന് തിരുത്താനും കൊണയടിക്കാനും ഒക്കെ വന്നാൽ ഇതുപോലെ തന്നെ തിരിച്ച് പച്ചയ്ക്ക് പറഞ്ഞിരിക്കും. അതിന് ഈ നാട്ടിൽ ക്രിസ്ത്യാനികളോ മറ്റു മുസ്ലിങ്ങളോ ഒന്നും വിചാരിക്കരുത്. കാര്യം ഇവന്റെയൊക്കെ ഐഡിയോളജി എങ്ങനെയെങ്കിലും ഇവിടെ കുറച്ച് വിഷം ഒഴിച്ച് സംഘികളെ എതിർക്കുന്നു എന്ന വ്യാഖ്യാനം നേരെ ബ്രാഹ്മണ്യം അതുവഴി കറങ്ങി ഹിന്ദുമതത്തിന്റെ പൈതൃകത്തൊക്കെ പറയുമ്പോൾ തിരിച്ചും പറയാൻ ഞങ്ങൾക്ക് അറിയാം. അത് പറയുമ്പോൾ ഇവന്മാരെ നെഞ്ചത്തടി, നിലവിളി, ആതാളി, കരച്ചിലി, എന്റെ മതവികാരം വ്രണപ്പെട്ടു, ഈ കലാപരിപാടി ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് വിവരമുള്ള ക്രിസ്ത്യാനികൾ ഇത്തരം കുഞ്ഞാടുകളെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ജയ് ഹിന്ദ്.